ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ രഹസ്യം അത് ദൈവത്തിനെ അറിയൂ. പതിനായിരങ്ങളിൽ നിന്നും ലക്ഷങ്ങളിൽ നിന്നുമാണ് ദൈവം തൻ്റെ വേലയ്ക്കായി ചിലരെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെടുന്നവർ കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ ശുശ്രൂഷകരായി, പിന്നീടുള്ള തങ്ങളുടെ ജീവിതം മുഴുവനായി അവർ ദൈവത്തിന് സമർപ്പിക്കാറുണ്ട്. അങ്ങനെ വിളിക്കപ്പെട്ട് തൻ്റെ ജീവിതം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച ഒരു വ്യക്തി നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിനായി ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബ്രദർ വർഗീസ് മാവേലിക്കര തീപിടിച്ചവരുടെ പുതിയ എപ്പിസോഡിൽ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കുന്നു. ബ്രദറെ, സ്വാഗതം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബ്രദറിൻ്റെ ജീവിത അനുഭവങ്ങൾ ഞങ്ങൾക്കധികം പേർക്ക് അറിഞ്ഞുകൂടാ. അങ്ങയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. നമ്മുടെ തീപിടിച്ച ഒരു ശുശ്രൂഷയുടെ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ ശുശ്രൂഷകരുടെ ജീവിത അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അത് ബ്രദറിൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അത് എൻ്റെ ആരംഭം തൊട്ട് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരായിരുന്നു എൻ്റെ അപ്പന്. ഒരു തുണിമില്ലിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയും അവിടെ ആയിരുന്നു. 2 പെമക്കൾക്ക് ശേഷം മൂന്നാമത് ഒരു ആൺകുട്ടി ഉണ്ടാകണമെന്ന് അവരുടെ ആഗ്രഹം നിമിത്തം, അന്നത്തെ അവരുടെ മാതാപിതാക്കളുടെ ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ, അങ്ങനെ ആഗ്രഹം നിമിത്തം അവർ വേളാങ്കണ്ണി അമ്മയുടെ അടുക്കൽ ഏകദേശം ഒരു 60 വർഷം, ഇപ്പോൾ എനിക്ക് 59 വയസ്സോളം ആകാൻ പോകുന്നു, ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് വേളാങ്കണ്ണി അമ്മയുടെ അടുക്കൽ പോയി നേർച്ച നേർന്ന് അങ്ങനെയാണ് ഞാൻ ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു തമിഴ്നാട്ടായിരുന്നു ജനനം. തമിഴ്നാടുമായിട്ട് വലിയൊരു ബന്ധം എനിക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത്? അപ്പോൾ എനിക്ക് 5 വയസ്സായപ്പോൾ അപ്പൻ കൊല്ലത്തുള്ള പാർവതി മിൽസ് തുണിമില്ല്, അത് നാഷണൽ ഫിഷറീസ് കോർപ്പറേഷൻ്റെയാണ്. അപ്പന് ട്രാൻസ്ഫറായി കേരളത്തിലേക്ക് NDCയുടെ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ജന്മസ്ഥലം മാവേലിക്കര. അങ്ങനെ മാവേലിക്കരയിലേക്ക് വരേണ്ടതായി വന്നു. അപ്പോൾ മാവേലിക്കരയിൽ ഞങ്ങൾ മലങ്കര കത്തോലിക്കരാണ്. അപ്പോൾ യാഥാസ്ഥികരായ മലങ്കര കത്തോലിക്കരാണ്. മലങ്കര സഭയ്ക്ക് വേണ്ടിയൊക്കെ വളരെ കഷ്ടപ്പെട്ട കുടുംബത്തിലാണ്. നമ്മുടെ അടുത്ത ബന്ധുവാണ് മലങ്കര സഭയിലെ ആദ്യത്തെ കാതോലിക്ക ബാബ, മേജർ ആർച്ച് ബിഷപ്പുമായ സിറിൽ മാർ ബസൂലിയസ് പിതാവ്. പക്ഷേ ആ പശ്ചാത്തലത്തിലാണ് എങ്കിലും ഞാൻ മാവേലിക്കരയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പഞ്ചായത്താണ് മാവേലിക്കര തെക്കേക്കര പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ കോൺഗ്രസ് ഒരിക്കലും ജയിക്കത്തില്ല പഞ്ചായത്ത്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ സജീവമായ കമ്മ്യൂണിസ്റ്റിനോടുള്ള ആകർഷണമായി. അങ്ങനെ ആകർഷണം വരാനുള്ള കാരണം എന്താ? കാരണം ഒരു തികഞ്ഞ പാരമ്പര്യ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ കേവലം 5ാം ക്ലാസ് പ്രായമായപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തോട് താല്പര്യം തോന്നാനുള്ള അതിനുള്ള കാരണം എന്തായിരുന്നു? വീട്ടുകാർ, അപ്പനും അമ്മയൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിരുന്നോ? ഒരിക്കലും അവരായിരുന്നു. അവരാരും അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്തവരായിരുന്നു. പിന്നെ എങ്ങനെയാണ് മകൻ ഇങ്ങനെ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഈ കഥാപ്രസംഗം നടത്തുന്ന സാംബശിവൻ എന്ന് പറയുന്ന കാതികൻ, വി സാംബശിവൻ, പഴയ കാലത്തെ വളരെ അറിയപ്പെടുന്ന പ്രശസ്തനായ സാംബശിവൻ. അപ്പോൾ സാംബശിവൻ്റെ കഥ പ്രസംഗം ഞങ്ങളുടെ അടുത്ത് ഒരു പാർട്ടി സമ്മേളനത്തിൽ അവർ വിളിച്ചിരുന്നു. വീടിനടുത്തെന്ന് പറഞ്ഞാൽ ഒരു 100 മീറ്റർ അകലേ ഉള്ളൂ. അപ്പോൾ ആ കഥാപ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹം നിമിത്തം വീട്ടുകാർ ഏതായാലും ഞാൻ പോയി. ആ കഥാപ്രസംഗം എടുത്തത് ദേവലോകം എന്ന് പറയുന്നുണ്ട്. ഈ ലോകത്ത് മനുഷ്യന് ദേവലോകം നിർമ്മിക്കാം, അത് സോവിയറ്റ് യൂണിയനാണ്. ദാരിദ്ര്യ ദുഃഖമില്ലാത്ത, ഉച്ചനീചത്വമില്ലാത്ത ദേവലോകം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനാൽ കെട്ടിപ്പടുക്കുന്ന ദേവലോകത്തെക്കുറിച്ച് മാക്സ് വിഭാവനം ചെയ്ത ദേവലോകം, ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ യാതൊരു ഗണിയുമില്ല, സമസ്ത സുന്ദരം, ഇതൊക്കെ മനുഷ്യന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഭൂമിയിലെ സ്വർഗ്ഗം. ഭൂമിയിലെ സ്വർഗ്ഗം മനുഷ്യനാണ് കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി വയലുകളും കൃഷികളും ഒക്കെ ഉണ്ട്. അവിടെ ഒത്തിരി ജോലിക്കാരുണ്ട്.
അവർക്കൊക്കെ പ്രത്യേകപരമായ രീതിയിലാണ് അവർക്കൊക്കെ അവർ പെരുമാറുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഇവരെല്ലാം ഒരുപോലെ ആയിത്തീരണമെന്ന് ആണ് കമ്മ്യൂണിസം പഠിപ്പിക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ തിയറി എന്ന് സാംബശിവൻ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു വ്യക്തമാണല്ലോ കഥാപ്രസംഗത്തിൽ സാംബശിവൻ. അപ്പോൾ ആ കഥാപ്രസംഗം എന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ഹൃദയത്തിലൊരു വലിയൊരു ത്വരയുണ്ടായി. ഹൃദയത്തിൽ അതാണ് ഒരു വിത്ത് പാകിയത്. അതായത് സാംബശിവൻ എന്ന ആ കാതിക വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗം ജീവിതത്തെ വളരെ അധികമായി സ്വാധീനിച്ചു എന്നർത്ഥം. സ്വാധീനിച്ചു. അപ്പോൾ സ്വാധീനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കേൾക്കണമെന്നാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം മാവേലിക്കര വന്നാലും ഒക്കെ എങ്ങനെയെങ്കിലും പിടിച്ച് തുടർന്നുള്ള സമയങ്ങളിലെല്ലാം പല കഥകളും കേൾക്കാനായി പോയി. അങ്ങനെ നിരീശ്വരവാദ പ്രസ്ഥാനത്തോടൊരു താല്പര്യം തോന്നി. അതിനുശേഷം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂലധനം, കമ്മ്യൂണിസ്റ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങളടങ്ങിയ പുസ്തകമാണ് കാൾ മാർക്സിൻ്റെ മൂലധനം. അത് വായിക്കുമ്പോൾ അതിലെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മതമെന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ ഇല്ലാതാക്കുകയാണ്, മനുഷ്യ സാഹോദര്യം ഉണ്ടാക്കുന്നില്ല, കുറേ പേർക്ക് ആദായമാർഗം ഉണ്ടാക്കുന്ന ഒരിതാണ്. അത് മനുഷ്യ സമൂഹത്തിൻ്റെ സ്നേഹത്തെ പോലും ഇല്ലാതാക്കും, അവരെ തമ്മിൽ മൃഗങ്ങളാക്കി മാറ്റും എന്നൊക്കെയുള്ള ചിന്ത ഈ കാൾ മാർക്സിൻ്റെ പുസ്തകം 7ാം ക്ലാസ്സിൽ വെച്ച്, അത് സാധാരണ ഒരു 7ാം ക്ലാസ്സുകാരൻ വായിക്കണമെങ്കിൽ ഒരു 2-3 മാസമെങ്കിലും എടുക്കും. ഞാൻ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർത്തു. ഒരാഴ്ച കൊണ്ട് ഇത് വായിച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പാർട്ടിയിലെ അന്നത്തെ ചെറിയ നേതാക്കന്മാരെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വായിച്ചാൽ പോരാ സഹാവേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് 7ാം ക്ലാസ്സിൽ വെച്ച് എന്നെ സഹാവേ എന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതെന്താ? അപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയും ഫ്രെഡറിക് ഏംഗൽസിൻ്റെ പിന്നെ വൈരുദ്ധ്യാത്മീയ ഭൗതികവാദമുണ്ട്. അപ്പോൾ വൈരുദ്ധ്യാത്മീയ ഭൗതികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കണമെങ്കിൽ ശകലം ഭയങ്കര കട്ടിയായൊരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ നമ്മൾ തിയോളജിയൊക്കെ വൈദികരെ പഠിച്ചെടുക്കുന്ന പോലെ ഈ തിയോളജിയൊക്കെ നമുക്ക് കേട്ടാൽ സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഈ ഏംഗൽസ് തിയറി എന്ന് പറഞ്ഞാൽ അത് എന്നോട് പറഞ്ഞിട്ടുള്ള ഡിഗ്രിക്കാരൊക്കെ വായിച്ചാലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, മോനി മൂലധനമൊക്കെ ഒരാഴ്ച കൊണ്ട് വായിച്ച് തീർത്തത് കൊണ്ട് ഇതുമൊക്കെ പിടി കിട്ടും, വായിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഒന്നോടെ ദൈവനിഷേധത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ വീട്ടുകാരുമായി ഈ പള്ളിയിൽ പോകുന്നവരോടൊക്കെ തർക്കിക്കാൻ തുടങ്ങി. ഒന്നാമത് ഇപ്പോൾ ഞാനിരിക്കുന്ന ഇത് കസേര അല്ലെങ്കിൽ ഇതിനെ തീ വെച്ച് കത്തിച്ച് കളയാം. ഉൽപ്പാദിപ്പിക്കപ്പെട്ടവയെ നശിപ്പിക്കപ്പെട്ടവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ വസ്തുവിനെ നമുക്കിതിനെ കത്തിച്ച് കളയാം, പക്ഷേ ഇതിൽ നിന്നുണ്ടാക്കാൻ വേറൊരു മെറ്റീരിയൽ വെച്ചേ ഇതുപോലുള്ള എന്ത് സാധനമാണെങ്കിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പുനർജീവിതമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുകയാണ്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2ാം അധ്യായം എടുത്ത് നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ 2ാം അധ്യായം മൊത്തം ഈ ഏംഗൽസ് തിയറിയുടെ ഭാഗമാണ്. ഇത് ബൈബിളിലും കിടപ്പുണ്ടെന്ന് ഞാൻ ഈ വായനയുള്ളതുകൊണ്ട് ബൈബിൾ മൊത്തം വായിച്ചിട്ടുണ്ട്. അപ്പോഴേ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഏംഗൽസ് പറഞ്ഞ കാര്യമാണ് കിടക്കുന്നതെന്നുള്ള. ജീവിതമെന്ന് പറയുന്നത് സുഖമാണ്, വരുന്ന സുഖങ്ങളൊന്നും നിഷേധിക്കരുത്, ഇപ്പോഴത്തെ സുഖങ്ങളോ ഒന്നും വിട്ടുകളയരുത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സുഖമാണ്. ആ സുഖം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് അനുഭവിക്കാനുള്ളതാണ്. വരാനിരിക്കുന്ന ഒരു ലോകമില്ല, ഈ ലോകമാണ്. അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടവയെ നശിപ്പിക്കുന്നതുകൊണ്ട്, നശിപ്പിക്കപ്പെട്ടവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവമില്ല. അതൊരു മനുഷ്യൻ്റെ ഒരു സങ്കല്പമാണ്. മനുഷ്യനെ ഭയപ്പെടുത്താനൊരു ആയുധമായിട്ടാണ് എനിക്ക് അന്ന് കരുതി. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ദൈവനിഷേധിയായി. അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു പറയുമ്പോൾ ഏകദേശം ഒരു 12 വയസ്സ് കാണും. 12 വയസ്സ്. 12 വയസ്സിൽ തന്നെ എന്നിലെ മാമോദീസായിൽ കൂടി കിട്ടിയ, സൈരലേമത്തിൽ കൂടി കിട്ടിയ ആ ആത്മാവോ ഒന്നും നഷ്ടപ്പെട്ട അവസ്ഥ എന്ന് വെച്ചാൽ അതിനെ ഞാൻ നിഷേധിച്ച അവസ്ഥ. പൂർണ്ണമായൊരു
നിരീശ്വരവാദത്തിൻ്റെ അവസ്ഥയിലേക്ക്. അപ്പോൾ ഈ അതിനുശേഷം കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞില്ലേ? വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോൾ അവരുമായി തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്നാമത്തത് അവർ പ്രാർത്ഥിച്ചുണ്ടായി മകനിലെ ഇവനെ അടിക്കാനൊക്കെ അപ്പനും അമ്മയ്ക്കും ഒക്കെ അതൊരു വളമായി മാറി. ഞാൻ പറയുന്ന നിർബന്ധ ബുദ്ധികളൊക്കെ വീട്ടുകാർ സാധിച്ചു തരുമായിരുന്നു. പക്ഷേ ബാക്കി ദുശീലങ്ങളൊന്നുമില്ല, ദൈവമില്ല എന്നുള്ള പഠിക്കുന്ന കാര്യങ്ങൾ. സ്കൂൾ തലം കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴോ അപ്പോൾ അത് ഒന്നുകൂടെ ശക്തമായി വളരെ ശക്തമായി പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചു നല്ല സ്ഥാനങ്ങളിലേക്കൊക്കെ വന്നു. അപ്പോൾ ഈ സമയത്ത് പാർട്ടി പ്രസംഗങ്ങളിലൊക്കെ ആയി പാർട്ടിയിൽ തന്നെ ദൈവമില്ല എന്ന് പറയാനുള്ള ഒരു ശക്തി, പാർട്ടി തന്നെ അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോകുന്നവരെ അവരെയൊക്കെ കളിയാക്കുക, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരാണ് എന്നുള്ള വലിയൊരു ഇതിലേക്ക് അങ്ങനൊരു. അപ്പോൾ ഇവിടെ തന്നെയാണ് മനുഷ്യൻ തന്നെയാണ് എല്ലാം. അപ്പോൾ വയലാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് മരണമില്ല എന്നുള്ള പുസ്തകം, അതിൻ്റെ പാട്ട് കുതിരക്കുളമ്പടിയേറ്റ് കുതിരിച്ചാട്ടാവാർ ഇളകുമ്പോൾ ഞടുങ്ങുന്നില്ല ഈ അണ്ടകടാഹങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതിനകത്ത് ഒരു ലൈനാണ്, ഈശ്വരനെന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട്, ഈശ്വരനെന്ന് പറയുമ്പോഴോ എനിക്ക് ഉറക്കനെ ചിരിക്ക് തോന്നിപ്പോകും. അങ്ങനെ വയലാറിൻ്റെ ഈശ്വര നിഷേധത്തിൻ്റെ ഒത്തിരി അതെല്ലാം സ്വായത്തമാക്കി അതിനെക്കുറിച്ച് തർക്കിച്ചു. അപ്പോൾ ഈ തർക്കത്തിൻ്റെ എൻ്റെ മറിവ്, ഈ തർക്കങ്ങൾ ഈ എട്ടിലും ഈ ഒക്കെ അതിനുള്ള ഉത്തരം തരാൻ ആർക്കും കഴിയാതായപ്പോൾ അപ്പന് വലിയ വേദനയായി. അപ്പന് അന്ന് ഞങ്ങളുടെ ബസൂലിയസ് പിതാവിനോട് പറഞ്ഞു. പിതാവ് ഉപദേശിക്കാനൊക്കെ വൈദികരെയൊക്കെ വിട്ടിട്ടുണ്ട്, പക്ഷേ അവരെയൊക്കെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ട്. ഒരു പ്രത്യേക നമ്മുടെ വാക്ചാതുര്യത്തിൻ്റെ മുമ്പിൽ അവർക്ക് എന്നെ തിരുത്താനുള്ള ഒരു ഇതില്ലാതായിപ്പോയി. ഞാനെന്തോ വലിയൊരാളാണെന്ന് എനിക്ക് തന്നെ, എന്നിലൊരു അഹംഭാവം, ഞാനെന്തോ ഈ അഹംഭാവം ഒക്കെ പിന്നെ ഇതൊക്കെ പിന്നീട് പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ മറ്റെന്തെങ്കിലും ബഹുമതികളോ അല്ല അങ്ങനെ ആ തലത്തിലേക്കൊക്കെ സ്ഥാനമാനങ്ങൾ പാർട്ടിയുടെ ഒരു നല്ല തലത്തിലേക്കൊക്കെ ഇങ്ങനെ വന്ന് നല്ല ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് ഇനിയും പാർട്ടിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ ബസൂലിയസ് പിതാവിൻ്റെ സഹോദരൻ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർഡായ ജോൺ മത്തായി അദ്ദേഹം ഇടപെട്ട് എനിക്ക് ഒരു ജോലി മേടിച്ചു തന്നു. ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ഗവൺമെൻറ് സർവീസ്. EMS നമ്പൂതിരിപ്പാളിൽ നിന്നോ മറ്റോ എന്തോ ഒരു ബഹുമതിയോ മറ്റോ ഇതിനിടയിൽ കിട്ടി. അങ്ങനെ എന്തോ EMS ഒരു പാട്ടിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പാടിയതിൻ്റെ പേരിൽ AK വെച്ചൊരു ഇതൊക്കെ തന്നു. അതൊക്കെ എനിക്ക് വലിയ എന്തോ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു ആദരവായിട്ടും വലിയ ആ റിബൺ പോലുള്ള ആ ടോക്കണൊക്കെ ഇട്ടുകൊണ്ട് ബൈബിൾ പിടിച്ചുകൊണ്ട് വരുന്ന പോലെ KSRTC തിരുവനന്തപുരത്ത് നിന്ന് കയറി മാവേലിക്കര വന്നപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ വീട്ടുകാർക്കും എല്ലാവർക്കും വലിയ വിഷമം തോന്നി. അങ്ങനെ വിഷമം തോന്നി. അപ്പോൾ ഇതിൻ്റെ അവർക്ക് വിഷമം തോന്നാൻ എന്താ കാരണം, EMSനെ പോലുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഒരു പതക്കമൊക്കെ കിട്ടുക, ഒരു ആദരവൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യമാണോ? അത് ഒരു വലിയ കാര്യമായിട്ടല്ലേ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റത്തോടൊക്കെ എതിരാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു നാണക്കേടായിട്ടാണ് അവർക്ക് അനുഭവം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നമ്മളിപ്പോൾ നൊബേൽ സമ്മാനം കിട്ടുന്ന പോലെ. ബ്രദർ ഇത് പറയുമ്പോൾ ഞാനും ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു ദൈവനിഷേധിയായിട്ട് ജീവിക്കുകയും എനിക്ക് എന്നിൽ തന്നെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നത് എൻ്റെ അഭിമാനം അത്ര ചില്ലറയൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ബ്രദർ ഈ പറയുമ്പോൾ. ഓക്കെ, എന്നിട്ട് പിന്നീട് എങ്ങനെയാണ് പിന്നീട് മുൻപ് അപ്പോഴത്തേക്ക് ഒരു യൗവന കാലഘട്ടമായി അപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടിയല്ലോ. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ജോലി. വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി കിട്ടി. ജോലി കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിയിൽ നിന്ന് ഇത് പ്രസ്ഥാനത്ത് നിന്ന് മാറുമെന്നാണ് വീട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചത്. അവിടെയും പാർട്ടി കെട്ടിപ്പടുക്കാനാണ് ഇടയാക്കാനുള്ള അവസരങ്ങളൊക്കെ. അന്ന് KR ഗൗരിയമ്മയായിരുന്നു വ്യവസായ വകുപ്പിൻ്റെ ഗൗരിയമ്മയെ അന്നത്തെ അവിടുത്തെ MLA മാവേലിക്കര MLA ആയിട്ട് പോയി കണ്ടപ്പോൾ പറഞ്ഞു, വർഗീസ് നിങ്ങൾ പാർട്ടിയിൽ ഇനിയും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട്, ഒന്നുകൂടെ എനിക്ക് പ്രോത്സാഹനം ഗൗരിയമ്മയിൽ നിന്നൊക്കെ ട്രേഡ് യൂണിയനുകളൊക്കെ ഒക്കെ ഉള്ള ഇതിനൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടി.
അങ്ങനെ പ്രോത്സാഹനം കിട്ടി മുന്നോട്ട് ഒരു എൻ്റേതായ അഹങ്കാരത്തിൽ ഞാനെന്തോ ആണ് എന്നുള്ള ഈ വലിയൊരു ബുദ്ധിജീവി എന്നൊക്കെയുള്ളൊരു ഇതുണ്ടല്ലോ, എനിക്ക് എന്തൊക്കെയോ അറിയാം, ബാക്കിയുള്ളവരൊന്നും അറിവില്ലാത്തവരും ഒക്കെയാണ്. എന്നാൽ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അതിനോടകമായിട്ട് വിവാഹം എത്രാമത്തെ വയസ്സിലായിരുന്നു? 26-ാമത്തെ വയസ്സിലാണ് വിവാഹം. ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അറിയാമായിരുന്നു താങ്കളൊരു നിരീശ്വരവാദിയാണെന്ന് അദ്ദേഹത്തിന് അവർക്കറിയാമായിരുന്നു? പൂർണ്ണമായിട്ട് അറിയാമത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ല. വിവാഹമൊക്കെ പള്ളിയിൽ വെച്ചാണ് നടത്തിയത്? പള്ളി വെച്ച് നടത്തി. അപ്പോൾ ഈ മലങ്കരയിലാകുമ്പോൾ പിന്നെ ബസൂലിസ് പിതാവ് വന്നാൽ നടത്തേണ്ടത്, പക്ഷേ എനിക്ക് പിതാവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ അന്ന് പിന്നെ ഞങ്ങളുടെ മൂലവീട്ടിൽ അച്ഛനുണ്ട്, അച്ഛന് വെടിയേറ്റൊക്കെ മരിച്ചു പോയ അച്ഛനുണ്ടായിരുന്നല്ലോ. പിന്നെ OSCയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു ലൂയിസ് മൂലവീട്ടിലും ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട കുറ്റിയിലച്ഛനും ഇവരൊക്കെയാണ്. നമ്മളൊരു പേരിന് ഒരു ചടങ്ങ് നടത്തി. അവർ കുരിശ് വരയ്ക്കാം. ഞങ്ങൾ ഈ മലങ്കര സഭയിലെ വിവാഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരയ്ക്കണം. അവർ കുരിശ് വരയ്ക്കാൻ പറഞ്ഞ് ഞാൻ കുരിശ് വരയ്ക്കത്തില്ല. പിന്നെ നാട്ടുകാരൊക്കെ ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ച് മറ്റേ ബന്ധുക്കളൊക്കെ ഒരു നാണക്കേടാകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പള്ളി വെച്ച് വിവാഹം നടന്നു. പക്ഷേ അതിനുശേഷമാണ് അവൾ അറിയുന്ന പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം. പിന്നെ അതറിഞ്ഞപ്പോൾ ഭാര്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവളുടെ പ്രതികരണം, അവൾക്ക് ഈ ഇതിനോട് വളരെ താല്പര്യക്കുറവായിരുന്നു. പക്ഷേ അതിന് എതിരായിട്ടൊന്നും പറഞ്ഞില്ല, എങ്കിലും അംഗീകരിക്കേണ്ടി വന്നു. പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് കൂടാതെ അമ്മയ്ക്കും ഇതിനോട് വലിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, പേരപ്പൻ്റെ മകൻ തമ്പിച്ചായൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും തമ്പിച്ചായൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിൽ ഡിവൈനുമായി ബന്ധപ്പെട്ട് പനക്കലച്ഛനൊക്കെ ആയിട്ട് വലിയ അടുപ്പവും ബന്ധവും ഒക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ വലിയൊരു ബിസിനസ് അബുദാബിയിലുണ്ടായിരുന്നു. അതൊക്കെ തകർന്നുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ നവീകരണത്തിലേക്ക്, തകർച്ചയാണ് പുള്ളിയുടെ നവീകരണത്തിലേക്ക് വന്നത്. പുള്ളിയുടെ തകർച്ച എനിക്കൊരു അനുഗ്രഹമായി മാറി. അതെങ്ങനെയായിരുന്നു? തമ്പിച്ചായനെ എന്നോട് പറഞ്ഞു, എടാ മോനെ, നീ നിഷേധിച്ച ഈ ഒരു സംഭവം ഇന്ന ധ്യാനകേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് നിനക്ക് കാണാനിടയായാൽ, നീ അനുഭവിക്കാനിടയായാൽ നീ വിശ്വസിക്കും. അത് തുടർച്ചയായി പറയാനിടയായപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വസിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോകാൻ ആഗ്രഹിച്ചതല്ല. പോകാനിടയായ ശാരീരികമായിട്ട് വലിയ അസ്വസ്ഥതയും നടുവേദനയും ഒക്കെ ഉണ്ടായി. വലിയ കഴിച്ചപ്പോൾ എനിക്ക് നടക്കാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ വേദനയൊക്കെ മറ്റുള്ളവരോട് അറിയിക്കാതെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സംശയം, ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു നിരീശ്വരവാദി, ഒരു രോഗം വന്നപ്പോൾ, ഒരു നടുവേദന വന്നപ്പോൾ അത് ആശുപത്രിയിൽ പോയാൽ പോരെ? അതിന് ധ്യാനകേന്ദ്രത്തിൽ പോകണം. ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലെ മരുന്ന് കൊണ്ട് അത് ഭേദമാവാത്തൊരവസ്ഥ വന്നു. നിരന്തരമായ അപ്പം ഞാൻ ഈ വേദനകളൊന്നും ആരോടും പറയത്തില്ല. എനിക്ക് ഇന്ന രോഗമുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ ഇഷ്ടക്കുറവാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ അതിനു മുമ്പായിട്ട് ഈ ഓഗസ്റ്റ് 15-ാം തീയതി DYFIയുടെ നേതൃത്വത്തിൽ ട്രെയിൻ തടയലുണ്ട്. അങ്ങനെ ആ ട്രെയിൻ തടയലിന് രാജീവ് ഗാന്ധി എന്ന് ഇന്ത്യ ഭരിക്കുക. 4 പതിറ്റാണ്ടായില്ലേ ഇന്ത്യയെ നിന്നോട് തെരുവീതികളിൽ തൊഴിലില്ലാപ്പെട തിണ്ടുന്നു, പദ്ധതി പലത് കഴിഞ്ഞില്ലേ, പദ്ധതി വിഹിതം തരാതിരിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ജാഥയായിട്ട് നടന്നു വന്ന് ട്രെയിൻ തടയുക. അത് ഓശാന ഞായറാഴ്ച. ആ ട്രെയിൻ തടയൽ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാനും. അത് ഓശാന ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വീട്ടുകാർക്കൊക്കെ വലിയ വിഷമമായി. അപ്പോൾ എൻ്റെ ഈ പ്രവർത്തനമാണ് അപ്പനെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിലൊക്കെ മരിക്കുന്നത്. അതൊക്കെ എൻ്റെ ഈ ജീവിത എതിർസാക്ഷ്യ നിമിത്തമാണ് സംഭവിക്കുന്നത്. ചെറുക്കൻ ഇങ്ങനെ നശിച്ചു പോയല്ലോ എന്നുള്ള വേദന അപ്പനും ഉണ്ടായിരുന്നു. അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പൻ എപ്പോഴും പറയും, നീ ഈശോയെ നോക്ക്, അത് ഈശോയിൽ കൂടി മാത്രമേ നിനക്ക് രക്ഷ ഉള്ളൂ എന്ന് അപ്പൻ പലപ്പോഴും പറയും. അങ്ങനെ അപ്പൻ ഏത് വർഷമാണ് മരിക്കുന്നത്? അപ്പൻ ഇപ്പോൾ മരിച്ചിട്ട് എൻ്റെ 22-ാമത്തെ വയസ്സിലാണ് അപ്പം മരിക്കുന്നത്. അപ്പോൾ അപ്പൻ ഇങ്ങനെ ഒരു വലിയ വേദന ഉണ്ടായിരുന്നെന്നും അതൊന്നും അപ്പൻ മരിച്ചതിന് ശേഷം ആ വേദനയൊന്നും എനിക്കൊരു അപ്പൻ മരിച്ചപ്പോഴും എനിക്ക് അപ്പൻ്റെ കുർബാനയ്ക്ക് പോലും ഞാൻ ശരിക്കും പങ്കെടുത്തിട്ടില്ലല്ലോ. അപ്പനെ അടക്കാൻ കഴിഞ്ഞപ്പോൾ അന്ന് പോലും എനിക്ക് മനസ്സിലൊരു വേദനകളോ നൊമ്പരങ്ങളോ ഒന്നും
വന്നിട്ടില്ലായിരുന്നു. ഓക്കെ. ശരിക്കും പിന്നീട് ഒരു ടേണിംഗ് ഉണ്ടാകാനുള്ള ശരിയായ കാരണം എന്തായിരുന്നു? ശരിയായ കാരണം ദൈവവചനം കേൾക്കണം എന്നുള്ള ദൈവവചനം കേൾക്കണം എന്നുള്ള ശരിയായ താല്പര്യം. ഞാൻ ഇതിലൊക്കെ നടക്കുമ്പോഴും എൻ്റെ മനസ്സിനൊരു ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാം ഇത് പറയുന്നത് ഒരു സന്തോഷം അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഈ ശാരീരികമായ ഈ രോഗം അവസ്ഥ അപ്പോഴാണ് തമ്പിച്ചാൻ പറയുന്നത്. അപ്പോൾ പലപ്പോഴും വീട്ടുകാർ തമ്പിച്ചാൻ എന്ന് പറയുന്നത് ഒരു ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒരപ്പൻ്റെ അദ്ദേഹം ധ്യാനം കൂടാൻ പോകാൻ നിർബന്ധിക്കുക. അദ്ദേഹം എന്നെ ഇങ്ങനെ നിർബന്ധിക്കും. പുള്ളിയെ എനിക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ അസ്വസ്ഥയുമായി കഴിഞ്ഞപ്പോൾ തമ്പിച്ചായൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് 94-ൻ്റെ അവസാനം ധ്യാനകേന്ദ്രത്തിലേക്ക് പോകും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ട്രെയിൻ തടയാൻ ബ്രദറും ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പോൾ ആ വേണാട് എക്സ്പ്രസ് അടഞ്ഞ വേണാട് എക്സ്പ്രസ്സിൽ തന്നെയാണ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ആ ട്രെയിനാണല്ലോ അവിടെ നിർത്തുന്നത്. ഡിവൈൻ പോവുക. അപ്പോൾ ഈ ധ്യാനം കൂടാൻ പോകുമ്പോൾ കുറേ ചെറുപ്പക്കാർ, അപ്പോൾ ആ ചെറുപ്പക്കാർ ഇപ്പോൾ ഈ ഷൂട്ടിംഗ് എടുക്കുന്ന ചെറുപ്പക്കാർ പോലുള്ള ചെറുപ്പക്കാർ അതിനകത്തിരുന്ന് പറയുകയാണ്, പനക്കലച്ചനും നായിക്കമ്പറമ്പിലും അച്ഛനുമുണ്ട്, അവിടെ അവർ നമ്മളെ പേര് കൊടുത്തില്ലെങ്കിലും പേര് വിളിച്ച് പറയും. ഇവരുടെ സംഭാഷണം. അപ്പോൾ ഉടനെ ഞാനത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഈ തമ്പിച്ചാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഒരു ദൈവമുണ്ട് എങ്കിൽ എൻ്റെ പേര് ഞാനവിടെ പറയത്തില്ല. എൻ്റെ പേര് ഞാൻ സുലൈമാൻ റാവുത്തർ. അങ്ങനെ പേര് കൊടുത്ത് കയറി. സുലൈമാൻ റാവുത്തർ, ഷാ മൽസിൻ, കോഴിക്കോട്, മാവേലിക്കരയല്ല, കോഴിക്കോട്. ഇവരെ കബളിപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ മാവേലിക്കര എന്ന് പറയുന്ന ഒരു പേര് ആലപ്പുഴ ജില്ലയിൽ ഒരു പേര് പോലും അങ്ങനെ കബളിപ്പിക്കാൻ വേണ്ടി ഈ പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ എൻ്റെ പേര് വിളിച്ച് പറയണം, എൻ്റെ സ്ഥലം വിളിച്ച് പറയണം. ഞാൻ കണ്ടീഷൻ വെച്ചിരിക്കുന്ന എൻ്റെ പേര് പറയണം, എൻ്റെ സ്ഥലം പറയണം. ഇങ്ങനെ പറയാൻ ഇവിടുത്തെ ഈ പനക്കലച്ചനും നായിക്കമ്പറമ്പിലച്ഛനും കഴിയുമോ? അപ്പം ബ്രദർ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നോ പേരോ ഇതൊന്നും അവിടെ ആരോടും പറഞ്ഞില്ല? ആരോടും പറ്റിയില്ല. അവരോട് അവർ രജിസ്ട്രേഷനിൽ പേരെഴുതിയപ്പോൾ പറഞ്ഞു ഈ പ്രാവശ്യം 2 മുസ്ലിങ്ങളെ ഉള്ളല്ലോ. അപ്പോൾ ഈ പാൻസ് ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ ധ്യാനം കൂടാൻ വേണ്ടി കയറി. അല്ലെ പാൻസ് ഇട്ടേക്കുന്നതുകൊണ്ട് മുസ്ലിം ആണോ എന്നൊന്നും തിരിച്ചറിയാനൊക്കെ മുണ്ടെടുത്തെങ്കിൽ. അപ്പോൾ വചനം കേട്ടുകൊണ്ട് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു? വചനം ആരംഭത്തിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഉയർത്തി ഇങ്ങനെ ഒരു അട്ടഹാസം പോലെ എനിക്ക് തോന്നി. ഇതെന്തോ ഒരു വട്ടന്മാർ കയറി ഇങ്ങനെ അസഹ്യമായിട്ട് തോന്നി. ഇങ്ങനെ അസഹ്യമായിട്ട് തോന്നി. ഇതെന്തോ ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ കിടന്നങ്ങനെ അറിവ് വിളിക്കും. മനസ്സിലാകാത്ത ഭാഷകൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ എന്തുവാണ്? ഇത് വന്നത് തന്നെ അപകടമായിപ്പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ഊണാൻ പോയി കഴിഞ്ഞപ്പോൾ ഗേറ്റ് വന്നിട്ട് പറഞ്ഞാൽ പോവാന്നുള്ള. അപ്പോൾ അവർ വിടത്തില്ല, ഒരാഴ്ച കഴിഞ്ഞ് പോകാനൊക്കെ ഉള്ളൂ. ഏതായാലും വിട്ടുപോയി. അതിനോടകം തമ്പിച്ചാൻ പറഞ്ഞു, എടാ എന്തൊക്കെ പ്രശ്നമായാലും ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞൊരിതുണ്ട്, പുള്ളിയെ വിഷമിപ്പിക്കേണ്ട. ഏതായാലും അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ട, തമ്പിച്ചാനെ വിഷമിപ്പിക്കേണ്ട. അതുകൂടാതെ നേരത്തെ ബസുലീസ് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ നീ ഒരു സഭയ്ക്ക് ഒരു അനുഗ്രഹമാകാൻ ഇനി അധികം താമസമൊന്നും ഇല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ അസ്വസ്ഥതയൊക്കെ മാറി ഒരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഉച്ചക്കത്തെ സെക്ഷനിൽ പനക്കിലച്ചൻ വന്നു. പനക്കിലച്ചൻ പറഞ്ഞു, തുടങ്ങിയത് തന്നെ ഇതാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ഈശോ എല്ലാവർക്കും വേണ്ടിയുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഡിവൈനിൽ നിന്നൊരു കുരിശിത രൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ ക്രൂശ് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകം. ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ. അപ്പോൾ ക്ഷമയുണ്ടെങ്കിലേ എല്ലാ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ക്ഷമയാണ്. അതിന് പരിശുദ്ധാത്മാവിനെ വേണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പരിശുദ്ധാത്മാവെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. കാറ്റഗിസം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചോദ്യം ചോദിക്കുക. അല്ലാതെ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമുക്ക് ഈ അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ എഫേസോസിൽ ചെന്നപ്പോൾ പൗലോസിനോട് ചോദിച്ചില്ലയോ ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ എന്ന ചോദ്യത്തിൽ ആ പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ള ബോധ്യം പനക്കിലച്ചന് പറയപ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ള അതെനിക്ക് കിട്ടണമെന്നൊരാഗ്രഹം അപ്പോൾ എൻ്റെ മനസ്സിൽ
ഇങ്ങനെ എന്തോ ഒന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയാനുള്ള ആഗ്രഹം. ആ ആഗ്രഹമുണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അന്ന് ജെയിംസ് കുട്ടി ചമ്പക്കുളം, ജെയിംസ് കുട്ടി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി. തുടർന്ന് അതിന് രണ്ടാമത്തെ ദിവസം പാപത്തെക്കുറിച്ചുള്ള ക്ലാസ് പനക്കിലച്ചൻ തുടങ്ങി. അപ്പോൾ മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ, ഇനിമേൽ ചെയ്യരുത് എന്ന് ഒരു വചനം, പ്രഭാഷകൻ 21. അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയാണ്. ഇതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്ന് പാപത്തെക്കുറിച്ചുള്ള എല്ലാ ക്ലാസ്സും എന്നോട് തന്നെ പറയുന്നതെന്ന് എനിക്ക് തോന്നുക. അപ്പോൾ ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ചും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ തെറ്റാണ് എന്നൊരു ബോധ്യം എന്നിലേക്ക് ഉണ്ടായി. അപ്പോൾ ഒരു അനുതാപത്തിലേക്ക് വന്നില്ല ഞാനൊന്നിലും. വീണ്ടും എൻ്റെ അന്വേഷണങ്ങൾ, ഞാൻ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം രോഗികൾ കിടക്കുന്നിടത്ത് ചെന്നു. ഒരു ക്യാൻസർ രോഗിയെ കണ്ടു. അപ്പോൾ പറഞ്ഞു, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പലപ്പുഴക്കാരനായ ഒരു വ്യക്തിയാണ്, രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നെ ഒരു കൂട്ടായ്മക്കാർ കൊണ്ടുവന്ന് വിടതാണ്. അപ്പോൾ ഈ മാരകമായ സംസാരം മാത്രം, അയാളെ പൂർണ്ണം സംസാരിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഭാര്യയാണ് ഇതെല്ലാം പറഞ്ഞത്, സരോജിനി എന്നവരുടെ പേര്. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ വ്യക്തിയെ നാളെ സുഖപ്പെടുത്തുന്നെങ്കിൽ ഇവളൊരു ഈശോ പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. എന്നുവെച്ചാൽ ഇയാൾ കിടക്കുന്നത്, ഇയാൾക്ക് ഇനി ഇവിടെ മരണം മാത്രമേ ഉള്ളൂ, മരണം മാത്രമുള്ളൊരു വ്യക്തിയാണ്. അയാളുടെ അവസ്ഥ അത്രമാത്രം അസ്ഥിപഞ്ചരമായി. എന്നിട്ട് പിറ്റേ ദിവസം എന്താ കണ്ടത്? പിറ്റേ ദിവസം രാവിലത്തെ കുർബാന കഴിഞ്ഞ് ആരാധന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ആരാധന വെച്ചിട്ട് പറയുക, നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട്, ഈ അപ്പത്തിലിരിക്കുന്നത് ഒരപ്പമല്ല, സാക്ഷാൽ ഈശോ. ആ ഈശോ ജീവിക്കുന്ന ദൈവമാണ്. ഈ അപ്പത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ യാന്ത്രികമായി നോക്കുന്നതല്ല, എനിക്ക് അനുതാപമൊന്നുമില്ല. ഞാൻ ആ അനുതാപത്തിൻ്റെ ഒരു വക്കിലെത്തിയില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഈ പനക്കലച്ചൻ വിളിച്ചു പറയുക, ക്യാൻസർ രോഗിയായി വന്നിരിക്കുന്ന രാഘവനെ കർത്താവ് തൊട്ടു. അപ്പം ഞാൻ ഈ രാഘവൻ്റെ എല്ലാം ശരിക്കും മനസ്സിലാക്കി വന്നിരിക്കുക. അപ്പോൾ ഇദ്ദേഹം തന്നെയാണോ? അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ രാഘവനെ പിടിച്ചുകൊണ്ട് സരോജിനി, നടക്കാൻ വയ്യാത്തവനെ, പെട്ടെന്ന് നടന്നുകൊണ്ട് വരിക. അവന് സ്റ്റേജ് വന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ ട്യൂബ് കിട്ടും ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ആഹാരം കഴിക്കാം, കാപ്പി കുടിക്കാമെന്നും, വെള്ളം കുടിക്കുന്നു, കുനിയുന്നു, നിവരുന്നു, എന്നിലെ ഈശോ എൻ്റെ അരികെ വന്നു എന്ന് പറഞ്ഞ് വലിയവായി കരയും. അതൊരു പെട്ടെന്നൊരു നിമിഷത്തെ വൈകാരികമായ ഒരു അനുഭവം അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇയാൾ കിടപ്പാ, ഇയാൾക്ക് നടക്കാനൊക്കത്തില്ല. ഞാൻ അവിടെ ചെന്ന് കണ്ടതില്ലേ, കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടു. യോഹന്നാസ്ലീഹ പറയുന്ന പോലെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതും എന്ന് പറയുന്നത് പോലെ നമ്മൾ നേരിട്ട് കണ്ടു. അതായത് ക്യാൻസർ ബാധിതനായി മരിക്കാറായി, നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കട്ടിലിൽ കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യം നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇത് സ്റ്റേജിൽ വന്ന് അദ്ദേഹം ഇത് പറയുകയാണ്. ഇത് കണ്ടപ്പോഴേ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആണി അടിച്ച്, എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആണി വന്ന് തറയ്ക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന് വലിയവായി കരയും. ശരിയായ ഒരു അനുതാപം നമ്മുടെ ഉള്ളിലുണ്ടായി. പിന്നത്തെ ക്ലാസ്സുകൾ അതിനുശേഷം ബ്രദറിന്റെ ഒരു മനസ്സിലൊരു വലിയ ചോദ്യമായിരുന്നല്ലോ, എൻ്റെ പേര് വിളിച്ചു പറയുമോ ഇല്ലയോ എന്നുള്ളത്. അത് അപ്പോൾ ഒരു അനുതാപം ഉണ്ടായി. അനുതാപം ഉണ്ടായതിനു ശേഷം അത് മൂന്നാമത്തെ ദിവസത്തെ ധ്യാനത്തിലെ ആരാധനയുടെ, വിശുദ്ധ കുർബാന കഴിഞ്ഞുള്ള ആരാധനയുടെ സമയത്ത് ഞാൻ ഈ കണ്ണീരോടുകൂടി ഈശോയുടെ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഈ രോഗാവസ്ഥ, ഈ അസ്വസ്ഥതകളെല്ലാം മാറി നിന്നെ എനിക്കൊന്ന് കാണണം, എൻ്റെ പേര് പറയണം. ഇത് ഞാൻ കണ്ണു പടഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ അപ്പത്തിൽ നിന്ന് സാക്ഷാൽ ഈശോയെ ഞാൻ കാണുക, ഞാൻ അനുഭവിച്ച ദൈവം. വിശുദ്ധ കുർബാന വാസ്തവമായും നമ്മുടെ കർത്താവ് തന്നെയാണെന്ന് കണ്ണാലെ കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. അതുവരെ തുടർന്നുള്ള അനുഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന, നിരീശ്വരവാദിയായിരുന്ന വർഗീസ് ഇന്ന് ബ്രദർ വർഗീസായിട്ട് മാറി, സുവിശേഷ പ്രഘോഷകനായ വർഗീസായിട്ട് മാറി.
ആ കഥകൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് കേൾക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.